പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. എങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്ത് എന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും എന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ചോദിക്കുന്നുണ്ട്. യേശുവിന്റെ 2ാം വരവിന്റെ സമയമാകുമ്പോൾ ലോകത്തിൽ വിശ്വാസം ഉണ്ടാകുമോ? പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തന്നെ ഇന്ന് ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എത്രയോ പേര് വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നവരെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതം കൊണ്ട് അവരെയൊക്കെയും ദൈവത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. ദൈവത്തിനെ ആശ്രയിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ സഹായിക്കുമെന്നുള്ള ബോധ്യം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാം. നമ്മൾ ചോദിക്കുന്നതെല്ലാം ഇപ്പോൾ ലഭിച്ചില്ലെങ്കിൽ തന്നെയും അത് നമ്മുടെ നന്മയ്ക്കായിട്ട് തന്നെ ദൈവം വരുത്തുമെന്നുള്ള ആ ബോധ്യവും നമ്മൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ എല്ലാവരെയും ദൈവത്തിലോട്ട് ഒരുമിച്ച് കൂട്ടാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.